ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ ക്രിസ്മസിന് നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാൾ വന്നു, പിന്നെ ന്യൂ ഇയർ വന്നു, പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി അങ്ങ് നീണ്ടു പോയിട്ട് ജനുവരി 11 ഞങ്ങൾ ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരാളെങ്കിലും മറന്നിട്ടൊക്കെ വരുമായിരിക്കും ചിലപ്പോൾ ഗിഫ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരുമ്പോഴത്തേക്കും പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് എൻ്റെ പിള്ളേർ സെറ്റ് അവിടെ മൊത്തം എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹത്തിന് മുമ്പിൽ ഞാനങ്ങ് നമിച്ചു കേട്ടോ. ഭയങ്കര സ്നേഹമൊക്കെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഭയങ്കര സ്നേഹം കേട്ടോ കുട്ടികൾക്ക്. നഴ്സറി ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാനായാലും അവരോട് സംസാരിക്കുന്നതാണെങ്കിലും ഇടപഴകുന്നതാണെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി അവർ നമ്മളെ സ്നേഹിക്കും കേട്ടോ. അതാണ് ഈ കുട്ടികളായിട്ടുള്ള ഇടപഴകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഇവർക്ക് കിട്ടിയ ആൾക്കാരൊന്നും എഴുതി വെച്ചിട്ട് ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ലായിരുന്നു ആർക്കൊക്കെ കിട്ടിയേക്കുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പേര് മാറി എനിക്ക് തന്നെയാണ് അവനെ കിട്ടിയത്, അവളെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിയാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എല്ലാവരും പേര് ഓർത്ത് വെച്ചിട്ട് തന്നെ സമ്മാനമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആഷ്ബിയ എന്നൊരു കൊച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ഗിഫ്റ്റും കൂടി എക്സ്ചേഞ്ച് ചെയ്തു. എനിക്ക് പാപ്പൂസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അവരവരുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ വർത്താനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുത്തരാണെങ്കിൽ എന്നതാ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് പൊളിച്ചിട്ട് കൊടുക്കാനൊക്കെ നോക്കി. ഞാൻ പിന്നെ വേഗം അത് വാങ്ങിയിട്ട് അത് പൊളിച്ചിട്ട് കൊടുക്കണ്ട, അല്ലാണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെവലിലാണ് പിടിച്ചു വെച്ചത്. അവർക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അവർ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ ഒരു ഇത് വരുമല്ലോ, എന്തായാലും കുട്ടികളല്ലേ, അവർക്ക് ആ ഗിഫ്റ്റ് വേണം തോന്നും. അങ്ങനത്തെ ഒരു ചെറിയ കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ. ഞാനൊരു ടീച്ചറായിട്ട് നഴ്സറി ക്ലാസ്സിലൊക്കെ ടീച്ചറായിട്ട് വന്നിട്ട് ഇതുപോലെയൊക്കെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. നമ്മുടെ കാലത്തുള്ള കുട്ടിക്കാലത്തെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നോട്ട്, ഒരു പെന്ന്, ഇല്ലെങ്കിൽ ഒരു ക്ലിപ്പ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വലിയ പെട്ടിയിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. എല്ലാവർക്കും കിട്ടിയ ഗിഫ്റ്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും കിട്ടിയത് ലിപ്സ്റ്റിക്ക്, ഒരു കമ്മൽ, മുട്ടായി ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മക്കൾ എന്നെ ഓർത്ത് വെച്ച് എനിക്ക് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നപ്പോൾ. അത്രയേ ഉള്ളൂ. ബായ്.